അജയ് തറയിൽ നമുക്കൊപ്പമുണ്ട്. ശ്രീ അജയ് തറയിൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നതിനേക്കാൾ വ്യാപ്തിയിലേക്ക് തട്ടിപ്പ് കിടക്കുന്നു എന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി നടത്തിയിരിക്കുന്നത് അയ്യപ്പനെ മറയാക്കിയ ഒരു വലിയ തട്ടിപ്പ്, ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പാണ്. ഇതിൽ ആരൊക്കെ പിന്തുണയുണ്ടായിരുന്നു, ആരൊക്കെ അറിഞ്ഞിരുന്നു എന്നത് മറ്റൊരു ചോദ്യം. അത് അന്വേഷണത്തിൽ വ്യക്തമാവട്ടെ. എന്തായാലും ഇങ്ങനെ ഒരു നീക്കം നടന്നു എന്നത് നമുക്ക് വിശ്വസിക്കാനാവുന്നതാണ്. അല്ല, ഈ വ്യാപ്തിയെ കുറിച്ച് ഇത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ക്ഷേത്ര പർവ്വതത്തിൽ നിന്നും ഈ സാധനം കൊണ്ടുപോകാൻ പാടില്ല. അത് ബോർഡ് മിനിറ്റ്സ് ഉണ്ട്. ബോർഡ് മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് 2019 അതിനുശേഷം 2025 ഈ സാധനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നത്. അപ്പൊ അങ്ങനെ കൊടുത്തുവിടുന്നതും ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് നാട് മുഴുവൻ കൊണ്ടുവന്ന് നടന്ന് സ്പോൺസർമാരെ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി പണമുണ്ടാക്കി. ആ പണത്തിന്റെ ഷെയർ വാങ്ങിയ ദേവസ്വം ജീവനക്കാരില്ല, ദേവസ്വം ഭരണസമിതി. ആ ഭരണസമിതിക്കാർ ഇപ്പോൾ കൈമലർത്തിക്കൊണ്ട് അന്വേഷിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളത്? ആ ഭരണസമിതിയുടെ പേര് അന്വേഷിക്കണം. ആ ഭരണസമിതിയുടെ പേരിൽ 2 പ്രാവശ്യം ഇത് കൊടുത്തുവിട്ട് ഞാൻ ചോദിക്കട്ടെ, ചെമ്പ് പാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ഉണ്ടാക്കി. എന്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതല്ലേ ആ സ്വർണം പൂശിയിട്ടുള്ളത്? അത് ചെമ്പുപാളിയാണ് എന്ന് റെക്കോർഡ് ഉണ്ടാക്കി കൊടുത്തുവിട്ടു. അപ്പോൾ ഇത് ചെയ്യുന്ന പടിയെന്നവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ചെമ്പുപാളിയാണ്, ഞങ്ങൾ ഒരിക്കലും സ്വർണം പൂശിയത് വാങ്ങിയില്ല എന്നവർ പറയുന്നു. ഞാൻ പറയട്ടെ, ഈ ചെമ്പുപാളി എന്ന് പറയുന്ന ഈ സ്ഥലം ചെമ്പുപാളിയിൽ സ്വർണം പൂശിയത് പൊട്ടാസ്യം സൈനൈഡ് ലായനി ഉപയോഗിച്ച് ഉരുക്കി മാറ്റി ചെമ്പ് തകിട് മാത്രമാക്കി കൊണ്ടുപോയി കൊടുത്തത് ഈ സുബ്രഹ്മണ്യം പറ്റിയാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ നടന്ന സ്വർണം തട്ടിപ്പ് മാറ്റി ഇതിനെ കുറിച്ച് അന്വേഷിക്കണം. ഇത് നാട് മുഴുവൻ കൊണ്ടുവന്ന് പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ച് അന്വേഷിക്കണം. ഈ പണം ആരൊക്കെ പങ്കുവെച്ചു? കാരണം ദേവസ്വം ബോർഡിന്റെ കൃത്യമായ മിനിറ്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത് കൊടുത്തുവിട്ടത്. മിനിറ്റ്സ് എഴുതിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല, മിനിറ്റ്സ് എഴുതിയത് കമ്മീഷണർ അല്ല, മിനിറ്റ്സ് എഴുതുന്നത് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി മിനിറ്റ്സ് എഴുതുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷിക്കുന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. അപ്പോൾ അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് ആണ്. അത് ദേവസ്വം ബോർഡിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്യണം. അല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തലയിൽ വെച്ച് രക്ഷപ്പെടാൻ നോക്കുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രക്ഷപ്പെടാൻ നോക്കുന്നു, ഗവൺമെന്റ് രക്ഷപ്പെടാൻ നോക്കുന്നു. ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ഇത് ഗവൺമെന്റും ദേവസ്വം ബോർഡിന്റെയും ഉത്തരവാദിത്വം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കേണ്ടതുണ്ട്. ശ്രീ അജയ് തറയിൽ, ഇതൊരു മറ്റൊരു വ്യാപ്തി കൂടി തരത്തിൽ കൂടിയുണ്ട്. കാരണം ഇതിപ്പോൾ ശബരിമലയിലേക്ക് ഒരു വ്യക്തി, ഒരു ഭക്തൻ അവിടേക്ക് ഒരു സാധനം സ്പോൺസർ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് വന്നത് കട്ടളപ്പടിയാണ്. കട്ടളപ്പടിയിൽ സ്വർണം പൂശുന്നത് നിലവിലുള്ള ലിസ്റ്റിലുള്ള സാധനമല്ല, പുതിയതായിട്ടാണ്. അത് അവിടെ കൊടുക്കുന്നതിന് മുമ്പായി ആ സ്പോൺസർ പണം മുടക്കി അത് വാങ്ങുന്നു. പക്ഷേ ഇത് ശബരിമലയിൽ സ്ഥാപിക്കാനുള്ളതാണ് എന്ന് ചൂണ്ടിക്കാട്ടി ശബരി ഭക്തന്മാരുടെ വീടുകളിലും അവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നിന്നും അവിടെ കൊണ്ടുപോകുന്നു, അവരിൽ നിന്ന് പണം വാങ്ങുന്നു. അങ്ങനെ ഈ ശബരിമലയെ മറയാക്കി മറ്റൊരു സാധ്യത, ഒരുപക്ഷേ ഇത് ദേവസ്വം ബോർഡിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യം കൂടിയാണ്, നമ്മൾ സംസാരിക്കുന്നതിനും മറ്റൊരു വ്യത്യസ്തമായ വിഷയം കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെ തട്ടിപ്പ് നടന്നു എന്നുകൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെ മറയാക്കി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഈ തട്ടിപ്പ് നടത്തി എന്നും കൂടിയല്ലേ വ്യക്തമാവുന്നത്? അതുണ്ട്. അത് ശബരിമലയെ മറയാക്കി ജീവിക്കുകയും മലയെ മറയാക്കി കോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്ന ഒത്തിരി ഏജന്റുമാർ അവിടെ ഉണ്ട് എന്ന കാര്യം സത്യമായ കാര്യമാണ്. ഈ കട്ടളപ്പടിയും അതുപോലെ ഈ വാതിലുകളും അത് 2019 ഞങ്ങൾ പൂശിയതാണ്, വീണ്ടും അത് പൂശിയതാണ്. ഒരു കാരണവശാലും അതിപ്പോൾ ഇളക്കിയെടുക്കേണ്ട കാര്യമില്ല. 2007 ഞങ്ങൾ ഫിനിക്സ് എന്ന കമ്പനി ഈ കൊടിമരത്തിന് വേണ്ടി തന്ന സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് പൂശിയതാണ്. അത് ഒരു കാരണവശാലും ഇളക്കിയെടുക്കേണ്ട കാര്യമില്ല. ആ കട്ടളപ്പടിയും വാതിലുകളും നന്നായി ശോഭിച്ചു നിൽക്കുകയാണ്. അത് ഇളക്കുന്നുവെങ്കിൽ അവിടെയും അഴിമതിയാണ്. അത് അയ്യപ്പനെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് തുറന്നു നോക്കുമ്പോൾ മാസപൂജ കഴിഞ്ഞ് അടക്കുമ്പോൾ ദയവ് ചെയ്ത് ക്യാമറ അകത്തേക്ക് കയറ്റാൻ പറ്റാത്ത കൊണ്ടുള്ള അവസ്ഥ കൊണ്ട് നിങ്ങൾ നാട്ടുകാരെ നോക്കണം. അവിടെ അയ്യപ്പനെ അവിടെ ഇരിക്കുന്നുണ്ടോ നോക്കണം. ആ അയ്യപ്പനെ പോലും അടിച്ചു മാറ്റുന്ന ഒരു ശക്തികളായി മാറിയിരിക്കുന്നു ഈ ബോർഡിന്റെ ഏജന്റുമാർ. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലും ഒരു വ്യാപ്തിയിലേക്ക് പോവുകയാണ് ഈ വിഷയത്തിൽ. ഇപ്പം കോൺഗ്രസ്, നിങ്ങളിത് ആദ്യം പ്രതീക്ഷിച്ചതിലും വലിയ വ്യാപ്തിയിലേക്ക് വിഷയം പോവുകയാണ്. എങ്ങനെയാണ് ഇതിനെ ഏറ്റെടുക്കുക? ഇതെങ്ങനെയാണ് നിങ്ങളിത് ഉന്നയിക്കുക? ഇപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ പറയുന്നത് സമഗ്രമായ അന്വേഷണം അവർ ആവശ്യപ്പെടും, കോടതി അന്വേഷിക്കട്ടെ എന്ന വാദമാണ്.
അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിൽ പങ്കുണ്ടെന്ന വാദം ഉന്നയിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണോ? തീർച്ചയായിട്ടും ഇത് ദേവസ്വം ബോർഡാണ് ഒന്നാം പ്രതി. ദേവസ്വം ബോർഡ് ഇത് കൊടുത്തു വിട്ടത് ഒന്നാം പ്രതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, അവിടെ സ്വർണം പൊതിഞ്ഞ ഒരു ക്ലാഡിംഗ് അവിടെ ശബരിമല ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭിത്തിയിൽ ഈ ദ്വാരപാലകന്മാരുടെ ഒരു ബിംബം അവിടെ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുള്ളതാണ്. ആ കൊത്തിവെച്ചിട്ടുള്ള ബിംബത്തെ അത് പൊതിയുന്നതാണ് ക്ലാഡിങ്. അത് പൊതിഞ്ഞ് ചെമ്പ് പാളി കൊണ്ട് പൊതിഞ്ഞ് അത് സ്വർണം പൂശുക. സ്വർണം കൊണ്ട് അത്രയും വലിയ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ചെയ്യുന്നത്. അവിടെ എക്സിസ്റ്റിംഗ് ഒരു ദ്വാരപാലക അവിടെ പണിതു വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ചെമ്പ് വാളികൾ കൊണ്ട് ഈ ക്ലാഡിംഗ് ഉണ്ടാക്കി അതിൽ സ്വർണം പൂശുന്നത്. അത് ഈ പ്രക്രിയ നടത്തിയിട്ട് അവിടെ വെച്ചാണ്. ഇവർ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യാൻ കൊണ്ടുപോയി എന്നാ പറയുന്നത്. 1 ഗ്രാം തങ്കം പൂശുന്ന ഈ തട്ടിപ്പ് വിദ്യയാണ് അവർ ചെയ്തത്. അങ്ങനെയല്ല, ഇവിടെ തന്നെ ഇട്ട് ഈ സ്വർണ്ണ താള് കൊണ്ട് പൊതിയുകയാണ് കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ ക്ഷേത്രം ചെയ്തിട്ടുള്ളത്. അതിന് വിരുദ്ധമായി, ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൃത്യമായ ചട്ടം പറഞ്ഞിരിക്കുന്നു, കൊണ്ടുപോകാൻ പാടില്ല. ഇത് ദേവസ്വം ബോർഡിന്റെ തിരുവാഭരണ കമ്മീഷണറുടെയും ദേവസ്വം വിജിലൻസ് ഓഫീസറെയും മുന്നിൽ വെച്ച് ഇവിടെ വെച്ച് പണി നടത്തണമെന്ന് കൃത്യമായി ചട്ടം പറഞ്ഞിട്ടുള്ളത്. 2019 ആ ചട്ടം ലംഘിച്ചെന്ന് മാത്രമല്ല, സ്വർണ്ണ പൂശിയ പാളിയെ ചെമ്പുപാളി എന്ന് മിനിറ്റ്സ് രേഖപ്പെടുത്തി. അത് വലിയ കൃത്യവിലോപല്ലേ? അതുപോലെ 2025 സെപ്റ്റംബർ 9 കൊണ്ടുപോകുമ്പോഴും ചെമ്പുപാളി എന്ന് പോയി. ആദ്യം കൊണ്ടുപോയതിനു ശേഷം അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, ഒരു ഡ്യൂപ്ലിക്കേറ്റ് പീഠമുണ്ടാക്കി. ആ ഡ്യൂപ്ലിക്കേറ്റ് പീഠം ഇവിടെ സ്യൂട്ടബിൾ അല്ലാതെ വന്നപ്പോൾ ആ പീഠം അവൻ വീട്ടിൽ കൊണ്ടുപോയി. ദേവസ്വം ബോർഡിന്റെ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി അത് നാട് മുഴുവൻ കൊണ്ടുവന്നിടന്ന് ഭക്തരുടെ മുന്നിൽ കൊണ്ടുപോയി. ഇത് ശബരിമല അയ്യപ്പന്റെ മുന്നിലുള്ള ദ്വാരപാലകരാണ്, സ്വർണം പൂശാൻ സഹായിക്കണം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ച് അത് ആ കൃത്യം നിർവഹിച്ച ആളെ അവൻ മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആടിനെ പട്ടിയാക്കുന്നത് തുല്യമല്ലേ? അതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട്, ഗവൺമെന്റിനുണ്ട്. അതിന്റെ പേരിലാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്ന് ഞാൻ പറയുന്നു. ശരി, വളരെ നന്ദി. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് UDF നിലപാട് കടുപ്പിക്കുകയാണ്. ഇതിനിടയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പണപ്പിരിവ് നെയ്യഭിഷേകത്തിലും ഉണ്ടായിട്ടുണ്ട്. നെയ്ത്തേങ്ങകൾ ശേഖരിച്ച് അഭിഷേകം നടത്തി നൽകുന്നതിലാണ് പണം പിരിച്ചത്. ആചാരപ്രകാരം നെയ്ത്തേങ്ങ കൊണ്ടുവരേണ്ടത് ഇരുമുടിക്കെട്ടുകളിലാണ്. എന്നാൽ വിവിധയിടങ്ങളിലെ ഭക്തരിൽ നിന്നും നെയ്ത്തേങ്ങ ശേഖരിച്ച് ട്രാക്ടറിൽ സന്നിധാനത്തെത്തിക്കും. ലക്ഷക്കണക്കിന് രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുവഴി പിരിച്ചത്. VV അരുൺ തന്നെയുണ്ട് നമുക്കൊപ്പം. അരുൺ, അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നെയ്ത്തേങ്ങ സന്നിധാനത്ത് എത്തിച്ചതിനെ കുറിച്ച് 2022 ന്യൂസ് 18 തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് സംശയങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അന്നും സംഭവിച്ചത്. 2022 ന്യൂസ് 18 നൽകിയ റിപ്പോർട്ട് കാണാം.